ഹലോ അസ്സാം വലൈക്കും. ഇതുണ്ട് സുഖല്ലേ? അൽഹംദുലില്ലാ. 23 നോമ്പായി. 23 നോമ്പും വ്യത്യസ്തമായ നോമ്പ് മുറിയാണ്. ഓരോ നോമ്പ് മുറിയും ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോക്കാന്ന് കേട്ടോ. ഒമാനിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒമാനിൽ 10 നില ബിൽഡിങ്ങിന് മുകളിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. എന്തുകൊണ്ടാണ് ഇവിടെ ദുബൈയിലെയും ഖത്തറിലെല്ലാം പോലെ വലിയ ബിൽഡിംഗ് ഇല്ലാത്തത് എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്ന ആളൊന്ന് പറയണേ. ഇതൊരു മദ്രസിൽ നോമ്പ് മുറിക്കാനും വേണ്ടിക്ക് പോയതാണ്. മലയാളികളാണ് മൊത്തമായിട്ടുണ്ടായിന്. ഏകദേശം മലയാളികൾ 10-800 ആളെങ്കിലും ഉണ്ടാവും കേട്ടോ. ഒരുപാട് ആളുണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടി കേട്ടോ. ആദ്യം നോമ്പ് മുറി, പിന്നെ മൈരിവിസ്കാരെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി മജ്ബൂസ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മജ്ബൂസ്. ദുബൈയിലെല്ലാം പോലെ ഇവിടെ ടെന്റിൽ നോമ്പ് മുറിയൊന്നും ഇല്ല കേട്ടോ. പള്ളിയിൽ മാത്രമേ നോമ്പ് മുറി, അതും ചെറിയ ചെറിയ പരിപാടിയാണ്. 10-100 ആളെ പരിപാടിയാണ് പള്ളിയിലും. പിന്നെ നമ്മൾ പള്ളിയിൽ പോയതാണ് നോമ്പ് മുറിക്കാനും വേണ്ടി. പേപ്പർ വിരിക്കും, പേപ്പറിന്റെ മുകളിൽ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ചിക്കൻ ബിരിയാണി എങ്കിൽ ചിക്കൻ ബിരിയാണി, അതുപോലെ ബീഫ് ബിരിയാണി എങ്കിൽ ബീഫ് ബിരിയാണി, അത് മാറി മാറിയിട്ടാണ് ഉണ്ടായാല്. നമ്മളെ അടുത്ത് തന്നെ 2-3 പള്ളിയുണ്ട്. നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോകും. ചില ടൈം നമ്മൾ റൂമൊന്ന് നോമ്പ് മുറിക്കും. അങ്ങനെയല്ലാതെ നമ്മളെ നോമ്പ് ഈ പ്രശ്നത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നു ഇൻഷാ അല്ലാഹ്.